രാമല്ലേ മുദ്രാക്കും വിളിച്ചു വിളിച്ച് നിന്റെ ഈ വളരെ ക്ഷീണിതരാണ്. എനിക്ക് നെല്ല് തിന്നാൻ മേടിച്ച. ശരി നടക്ക്. ഇതാരും പുതിയ ആള്? ഹായ് പൈസ. ഞാൻ എബി ചർമ്മൻ, ഒരു പാവപ്പെട്ട തൃശ്ശൂരുകാരൻ നസ്രാണിയാണ്. നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നോ? ഞാൻ തന്നെ പറഞ്ഞോളാം. അതായത് ന്യൂ കമ്മീഷന്റെ വകയാണ് ഒരാഴ്ചത്തെ ഡിന്നർ. അത് വർഷങ്ങളായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആചരിക്കുന്ന ഒരു ആചാരമാണ്. ഏത് കോടതി പറഞ്ഞാലും ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാണല്ലോ ചൊല്ല്. തുളസിക്ക് ശരിക്കും മലയാളം അറിയാം. പിന്നെ അവളല്ലേ ഇവിടുത്തെ മലയാള ഭാഷയുടെ മാതാവ്. സത്യം പറഞ്ഞ ഇവൾ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ എന്തൊരു അത്ഭുതാന്ന് പറയട്ടെ, 3 മാസം കൊണ്ട് അവൾ മണിയായിട്ട് മലയാളം പറയാൻ തുടങ്ങി. ഇവിടെ ഇവിടുന്ന് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നു മലയാളം പഠിപ്പിക്കാൻ വേണ്ടി. അതെ, ഹൈബിനെ മുझे ആദ്യം പഠിപ്പിച്ച തെറിയ പറയാനാണ്. തെറിയോ ചെറുതായിട്ട്. പട്ടി ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച സിലബസ് ആണ്. പക്ഷെ ഇനി പറയാൻ പോകുന്നതൊന്നും എന്റെ പാറ്റന്റ് അല്ല. ഞാനേ ഫുഡ് ഓർഡർ ചെയ്തിട്ടാ. അരെ ബാബു, റോഹന്റെ പ്രശ്നം ശരിക്കും എന്താ? ഫൈസൽ റോഹനെ പരിചയപ്പെട്ടില്ലായിരുന്നല്ലേ? ഇപ്പൊ വരുമോ അവൻ? റോഹൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ദളിത് ആക്ടിവിസ്റ്റ് ആണ്. ആന്ധ്രയിലെ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ. അംബേദ്കർ സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? മൂവ്മെന്റിന്റെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വോയിസസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില സവർണ ഫാസിസ്റ്റുകളുടെ കണ്ണിലെ കരടാണവൻ എന്നും. സുശീലിനെ മീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല. ആരാ? മീറ്റ് ചെയ്യണം. ഇവിടുത്തെ BVSന്റെ വലിയ നേതാവാ. അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയനെ വളരെ മോശമായ രീതിയിൽ അവൻ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് റോഗൻ ചോദ്യം ചെയ്തു. അതിനവൻ റോഗന്റെ ഗോത്രത്തെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും റോഗൻ പ്രതികരിച്ചു. അതൊരു ചെറിയ കയ്യാങ്കൾ വരെ എത്തി. ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. അന്നത്തെ ആ സംഭവം കഴിഞ്ഞിട്ട് ഇല്ലാത്ത കുറെ കുറ്റങ്ങൾ പറഞ്ഞ് റോഹന്റെ പേരിൽ ഇവർ ക്രിമിനൽ കേസ് എടുപ്പിച്ചു. എന്നിട്ട് അത് പറഞ്ഞ് യൂണിവേഴ്സിറ്റി അവന്റെ സ്റ്റൈപ്പൻഡ് തടഞ്ഞു വെച്ചു. ഇപ്പം 3 മാസമായി. റോഹൻ മാനസികമായിട്ട് വല്ലാണ്ട് തളർന്നിരിക്കുക. അവൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒരുപാട്. അതുകൂടാണ്ട് ഇവിടുത്തെ ഈ അപമാനം, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ആറ്റിറ്റ്യൂഡ്. हमारे मुल्क में हमारी आवाज को यही लोग दबा रहे हैं, और अगर यूनिवर्सिटी में भी यही होगा तो हमें न्याय कहाँ से मिलेगा? ആ ജാओ. हाय ഫൈസ, कम सिट. ഇതാണ് റോഹൻ. അത് വൈഷ്ണവ്. ഈസ് ഫ്രം രാജസ്ഥാൻ. അവിടുത്തെ രജപുത്ര ധനികനായ സ്വർണ്ണ വ്യാപാരിയുടെ ഒരു വിപ്ലവകാരിയായ മകൻ. रोहन यार, ये वैष्णव ने दिया था. ये कब तक चलेगा अमल? भाई ये तेरा अकेला का जंग थोड़ी है. ऐसा सोचना ही नहीं कभी, ठीक है? आजा. मैं बाईसा का लोकल गार्डियन. क्या പാടച്ചോനെ, ചെങ്ങൈമാരെ ഞാൻ എങ്ങനെയാ പൈസന്റെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? മോനെ നോക്ക്, ഒന്നുമില്ല. मैं पैसा का लोकल बाप है, लोकल पिता. लोकल पिता. ലോക്കൽ पिता. അതിനും ചിരിക്കുന്നയാ ഓള് വരച്ചേ. അപ്പൊ മനസ്സിലാവൂല്ലോ വാപ്പയാണോ ഉമ്മയാണോന്ന്. പൊന്നു മോളെ വന്നല്ലോ. ഞാൻ എന്റെ ലോക്കൽ ഗാർഡിയനാന്ന് പറഞ്ഞിട്ടേ ഇച്ചകയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഏതോ ബംഗാളിലെ കൊണ്ട് പഠിച്ചിരിക്കുക. ഏടോ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അത് വലിയ ഇഷ്യൂ ആക്കല്ല. എനിക്ക് ഇവിടെ 2-3 വർഷം കൂടെ നിൽക്കേണ്ടതാണ്. ഈ പറഞ്ഞതിനെ കൊണ്ടല്ലേ അടിച്ചാൻ പൊളിച്ചാളീ. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അല്ല ഫൈസ, എന്തൊക്കെ പറ്റിയേ? 2 ദിവസം കൊണ്ട് ആകെ കോലം കിട്ടുമല്ലോ. അനക്ക് ഇവിടുത്തെ ബസ്സൊന്നും പിടിക്കില്ലേ? അങ്ങനൊന്നുമില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഒന്ന് പുറത്തു പോവാം. ഇവിടെ ഫേമസ് ഹോട്ടലുണ്ട്, നല്ല മട്ടൻ ചാസും പൊറോട്ടയും കിട്ടണേ. അവിടെ പോ. അല്ല ഹാരിസ്ക, ഞാനിപ്പോ പുറത്തു പോകാൻ റെഡി ആയിട്ട് വന്നതല്ല. ഹാരിസ്ക വിളിച്ചപ്പോ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിച്ചു വന്നതാ. എന്ത് റെഡിയാവാനാ ഈ തട്ടെടുത്ത് അങ്ങനെ ഇട്ടാ പോലെ എന്ത് റെഡിയാവാനാ? വാ പൈസ കേറി. सबसे पहले मैं यही कहना चाहूंगा कि इस विषय को हम बस इस कैंपस में हुई एक घटना के जरिए से नहीं देख रहे हैं. And you all must be knowing and feeling that enthusiasm that the new leadership has brought into national politics.
the leadership has conveyed its willingness to take part and take responsibility of the strike, even by making its presence in this campus. And it has requested that in this fight for justice for Rohan, आप सब लोग सारे सेक्युलर फोर्सेस एक साथ खड़े होके इनके खिलाफ लड़ना चाहिए. और हमारा वादा ये है कि इस लड़ाई में हम आपके साथ हैं और एकदम सामने होंगे और हम जीतेंगे जरूर. जय हिंद. സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പസിൽ രോഹനെ പോലത്തെ ഒരാളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള ക്യാമ്പസ് അല്ലേ ഈ യൂണിവേഴ്സിറ്റി. ഇവിടൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ എന്നേ പോയി ഫേസ. അധികാരം ഉപയോഗിച്ച് ഓരോ ക്യാമ്പസിലും പിടിമുറുക്കാണ് ഫാസിസ്റ്റുകൾ. സത്യം പറഞ്ഞാണല്ലോ, ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഫ്രീഡം എന്താണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അന്നതിനെ വിമർശിച്ചവർക്കൊക്കെ കാര്യം ഇപ്പോൾ ഏകദേശം പിടികിട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിലെടുത്ത തീരുമാനം ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ മീൻ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അത് ഈ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അത് രാജ്യമെമ്പാടും അങ്ങനെ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. പൈസ ഇവിടെ ഉണ്ടായിരുന്നു. ആദർശേ, ഞാൻ കേട്ടെടുത്തുള്ള ഇയാൾ വലിയൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പതുങ്ങി കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ സംഭവത്തിനെ നിങ്ങൾ തട്ടിയെടുക്കുന്ന എൻ്റെ പേടി. എനിക്കെന്തായാലും അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഓ, ദേവഗിരിയിൽ നിങ്ങളുടെ മാഗസിൻ എഡിറ്ററൊക്കെ ആയിരുന്നു. അറിയാം. അതെ, ഞാൻ പറയാൻ വന്ന കാര്യം, റോഹൻ്റെ ഇഷ്യൂവിൽ ഇതുവരെ നമുക്ക് ഫേവറബിളായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് ശക്തമായ എന്തെങ്കിലും ചെയ്തേ പറ്റും. വെരി മച്ച്. ഞങ്ങളുടെ പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പ് ഈ സമരം ഏറ്റെടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. യെസ്, എനിക്കും അത് തന്നെയാണ്. എനിക്ക് വേറൊരു സജഷൻ ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സിന് ശക്തി മാത്രം പോരാ, അണികൾക്ക് ശക്തി കൂടി വേണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടതെന്താണ്, നമ്മുടെ ക്യാമ്പസിലുള്ള എല്ലാ ആന്റി ഫാസിസ്റ്റ് സംഘടനകളുടെയും ഒരു കോർഡിനേറ്റഡ് ഗ്രൂപ്പ് ഫോം ചെയ്യണം ടു ബിഗിൻ വിത്ത്. ഓ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. പിന്നെ ഇഫ് ഐ മേ, എനിക്ക് തോന്നുന്നത് ഈ വർഗീയ സ്വഭാവമുള്ള ഓർഗനൈസേഷൻസിനൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും ബുദ്ധി. പിന്നെ ഈ വിശ്വാസമാചാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇതിനെ വളരെ സ്ട്രിക്ട്ലി സെക്യുലർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ കാണണം ഈ മൂവ്മെന്റിനെ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. കറക്റ്റാണ്. സോ ഐ ഗേവ് ഇറ്റ് ടു ഹിം ഫോർ റിവ്യൂ ആൻഡ് ഹി സെഡ് ഹി വിൽ സെൻഡ് ഇറ്റ്. പൈസ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഞാൻ ഹന ഫാത്തിമ. ഞങ്ങൾ ക്യാമ്പസ് ഫോഴ്സിന്റെ പ്രവർത്തകരാണ്. ഫൈസ തിരക്കിലാണോ? നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. ഇല്ല, അത് You guys carry on. I'm going to my room. Bye. ബൈ. ഞാൻ ജമാൽ ഹുസൈൻ, കോഴിക്കോട് തിക്കോടിയാണ്. ഇത് ഹന, തിരുരങ്ങാടി. ഇത് അൽജിഫ്രി, ഇത് ബുഷ്ര. രണ്ടുപേരും UP ആണ്. ഫൈസ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ആരെ കംഫർട്ടബിൾ? ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ ഷെയർ ചെയ്യാട്ടോ. ഇല്ല, ഞാൻ തുൾസിയുടെ കംഫർട്ടബിൾ ആണ്. താങ്ക് യു. ദാറ്റ്സ് ഫൈൻ. ആള് കുറച്ച് കുറവാണെങ്കിലും ഞങ്ങളോട് വളരെ ആക്റ്റീവാണ്. उसके अलावा हर गुरुवार को मगरिब के बाद कुरान क्लास भी है. सोशल इश्यूज डिस्कस करने का फोरम है, पॉलिटिक्स वगैरह नहीं. ഫൈസ ക്ലാസ്സിന് വരണം. ഞങ്ങളതിനെ ക്ഷണിക്കാൻ വന്നു. അടുത്ത ആഴ്ച സൈഫുദ്ദീൻ അലി നഖ്വിയുടെ ക്ലാസ്സാണ്. ഫൈസ ചിലപ്പോൾ കേട്ട് കാണും. ഇറ്റ്സ് ഹൈലി ഇന്റലക്ച്വൽ. ക്ലാസ്സിന് വരുമ്പോൾ ഫൈസയ്ക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. മാത്രമല്ല ഈ അന്യനാട്ടിലൊരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും. നമ്മുടെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാം അല്ലേ? അതെ, അത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ലേശം ബുദ്ധിമുട്ടാവും. ഞാൻ അറിയിക്കാം. അല്ല, തനിച്ചാവൊന്നും വിചാരിക്കണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. ശരി എന്നാ. ശരി, അപ്പൊ പിന്നെ ഫിർ മിലേംഗെ. ശരി, ഓക്കെ. അവള് കുറച്ച് ബോൾഡാന്ന് തോന്നുന്നു.